ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ആണ്. അതായത് കുട്ടി വേറൊരാളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിക് ഡൈനാമിക്സ്, അതാണ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. 4 തരം അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് ബേസിക്കലി ഉള്ളത്. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ വൺസ് ലൈഫ്. ഒരാളുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. അപ്പോൾ നമുക്ക് എന്താണ് 4 തരത്തിലുള്ള പ്രൈമറി അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ്? ഫസ്റ്റ് വൺ, സെക്യൂർ അറ്റാച്ച്മെൻറ്റ്. അതായത് നമ്മൾ അതോറിറ്റേറ്റീവായ പാരൻസിൻ്റെ അടുത്ത് വളർന്ന കുട്ടികൾ. അതായത് അവരുടെ കോർ ബിലീഫ്, നമ്മളുടെ കോർ ബിലീഫാണ് നമ്മളെ ഡിഫൈൻ ചെയ്യുന്ന ഏറ്റവും പ്രൈമറി ആയ ഫാക്ടർ. ഈ കുട്ടികളുടെ കോർ ബിലീഫ്, ഐ എം വർത്തി ഓഫ് ലവ്. ഞാൻ സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ള ഒരാളാണ്, എനിക്ക് വിലയുണ്ട്. ആൻഡ് പീപ്പിൾ ആർ ജനറലി സേഫ്. പൊതുവിൽ ആളുകളുടെ അടുത്ത് നമ്മൾ അങ്ങനെ ഒരു സ്കെപ്റ്റിസിസം വെച്ചിട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അൺലെസ് അൺടിൽ അവരെന്തെങ്കിലും ചെയ്യുന്നത് വരെ ആളുകളുടെ അടുത്ത് നല്ലപോലെ തന്നെ നിൽക്കാം. ഇവർ പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സെക്യൂർ ആയിട്ടുള്ള, ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള നീഡൊന്നും ഇല്ലാത്ത, ക്ലോസ്നെസ്സിനെ പേടിക്കാത്ത, വൾണറബിൾ ആവേണ്ടടുത്ത് വൾണറബിൾ ആവുന്ന, പ്രശ്നങ്ങളെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ആളുകളായിരിക്കും. വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ആൻഡ് അങ്ങനത്തെ ഒരു ആളെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ജീവിതത്തിൽ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം, നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. അതൊന്ന്. രണ്ടാമത്തത് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ്. അതോറിറ്റേറിയൻ പാരൻസിൻ്റെ കുട്ടികൾ, അല്ലെങ്കിൽ പലപ്പോഴും പെർമിസീവായ പാരൻസിൻ്റെ കുട്ടികൾ, ഇവരൊക്കെ ഫണ്ടമെൻ്റലി കോർ ബിലീഫ് എന്ന് പറയുന്നത് കുട്ടിയുടെ ഇമോഷനും തമ്മിൽ വലിയ കണക്ഷനൊന്നുമില്ല. കാരണം കുട്ടിയും കുട്ടിയുടെ പാരൻറ്റും തമ്മിൽ ഇമോഷണലി കണക്ഷൻ ഇല്ല. അതുപോലെ കുട്ടിയുടെ പാരൻസ് ഇമോഷണൽ റെഗുലേറ്റ് ചെയ്യുന്നത് കുട്ടി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഇമോഷണൽ റെഗുലേറ്റ് ചെയ്യാൻ അറിയുകയില്ല. ആങ്ഷ്യസ് ആയ കുട്ടികളുടെ ഫണ്ടമെൻ്റൽ ബിലീഫ്, ഐ എം നോട്ട് ഇനഫ്, എനിക്ക് അത്ര വിലയൊന്നുമില്ല, ഇഫ് ഐ ഡു നോട്ട് ട്രൈ ഹാർഡ് പീപ്പിൾ മൈറ്റ് ലീവ് മീ. ഞാൻ നന്നായിട്ട് ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ എന്നെ ഇട്ടിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികൾ ഏതറ്റം വരെയും അവനവൻ്റെ ബൗണ്ടറീനെ വയലേറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും, മറ്റുള്ളവരുടെ നീഡാണ് കുട്ടിയുടെ പ്രയോറിറ്റി. അങ്ങനെ വളർത്തപ്പെടുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ പലപ്പോഴും പീപ്പിൾ പ്ലീസേഴ്സ് ആയിരിക്കും. ആളുകളുടെ അടുത്ത് ചിരിച്ചു നിൽക്കാനാണ് പരമാവധി ശ്രമിക്കുക. ആർക്കും ഒരു ഡിസ്കംഫർട്ടും വരുത്താതെ പരമാവധി, എനിക്ക് നീഡൊന്നുമില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് ചെയ്തോളൂ, എനിക്ക് എൻ്റെ നീഡൊക്കെ വളരെ മിനിമലാണ് എന്ന് പറയുന്ന ആളുകളായിരിക്കും. ഇത്തരത്തിലുള്ള ആളുകൾ ജീവിതത്തിൽ ചെന്ന് പെടുന്നത് ചിലപ്പോൾ വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിലായിരിക്കും. കാരണം ഈ ബെയർ മിനിമം നീഡ്, ലാക്ക് ഓഫ് ബൗണ്ടറി, സ്വന്തം അതിർത്തികൾ എവിടെയാണെന്ന് അറിയാതിരിക്കുക, ലാക്ക് ഓഫ് അഡ്വക്കസി ഫോർ ദ സെൽഫ്, എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാത്തിടത്തോളം കാലം ആളുകൾ നമ്മളുടെ ബൗണ്ടറിയിൽ സ്റ്റെപ്പ് ഇൻ ചെയ്യുമെന്ന് കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളുടെ ബൗണ്ടറിയെ ചൂഷണം ചെയ്യുന്ന ആളുകളുടെ അടുത്ത് കുട്ടികൾ പോയി പെടാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഈ കുട്ടികളെ ഉപയോഗിക്കാൻ, കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവോയ്ഡൻറ്റ് ഓർ ഡിസ്മിസീവ് അറ്റാച്ച്മെൻറ്റ്. അതായത് കുട്ടിയുടെ കോർ ബിലീഫ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ആൾക്കാർ ഇട്ടിട്ട് പോകും, അതുകൊണ്ട് എനിക്ക് എന്നെ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ആൾക്കാരുടെ അടുത്തുള്ള അകലത്തിൽ നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് വേദനിക്കും. അതാണ് കുട്ടിയുടെ പ്രൈമറി ആയിട്ടുള്ള ബിലീഫ്. അപ്പോൾ അതുകൊണ്ട് കുട്ടിക്ക് ഇമോഷണലി കുട്ടി ഭയങ്കര ഗാർഡനാണ്. കുട്ടിക്ക് വൾണറബിൾ ആവാൻ പറ്റില്ല. വൾണറബിൾ ആവാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഓണസ്റ്റ്ലി, ഇമോഷണൽ ഓണസ്റ്റിയോട് കൂടി ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. അത് ദേ ആർ നോട്ട് ഇൻഹെറൻ്റ്ലി ബാഡ്, ദേ ആർ നോട്ട് ടച്ചിങ് വിത്ത് ദെയർ ഓൺ ഇമോഷൻസ്. അവർക്കറിയില്ല അവരുടെ ഇമോഷൻസിനെ എന്താണ്, അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യാമെന്നറിയില്ല. അതുകൊണ്ട് പരമാവധി ക്ലോസ്നെസ്സിൻ്റെ ഡിസ്കംഫർട്ടിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കാരണം ഒരു മനുഷ്യൻ കരയുന്ന കാണുമ്പോൾ നമ്മളുടെ ഉള്ളിൽ തോന്നുന്നൊരു സാധനം ഉണ്ടല്ലോ, അതെന്താണെന്നുള്ളത് ഇവരെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ കരയുന്ന ആളുകളെ കാണുമ്പോൾ ദേഷ്യപ്പെടുന്ന ആളുകളെ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ കരയുന്ന ആൾക്കാരെ കാണുമ്പോൾ അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ആളുകൾ, അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സപ്രസ് ചെയ്യാൻ നോക്കുന്ന ആളുകൾ. ബിക്കോസ് ഒരാൾ കരയുമ്പോൾ അവർക്ക് കരയാനുള്ള സ്പേസ് കൊടുക്കുകയാണ് വേണ്ടത്. ജസ്റ്റ് ടു സിറ്റ് വിത്ത് ദം ഇൻ സൈലൻസ് എന്ന് പറയുന്നൊരു കാര്യം അറിയില്ല. കാരണം സിൻസ് ദേ ഹാവൻറ്റ് ഡെൽറ്റ് വിത്ത് ദെയർ ഓൺ ഇമോഷൻസ്, ഇറ്റ് ഈസ് റിയലി ഡിഫിക്കൾട്ട് ഫോർ ദം ടു ഹാൻഡിൽസ് അതേഴ്സ് ഇമോഷൻസ്. മറ്റുള്ളവരുടെ ഇമോഷൻസിനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ വളരെ 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 ആഴത്ത് കുഴിച്ചിട്ടിട്ടുള്ള അൺറിസോൾവ്ഡ് ആയിട്ടുള്ള നമ്മളുടെ ഇമോഷണൽ ഇഷ്യൂസൊക്കെ സർഫസ് ചെയ്ത് വരും. അതുകൊണ്ട് എന്ത് ചെയ്യും, കുറേ കൂടി ആഴത്തിൽ ചവിട്ടി താഴ്ത്താൻ ഇവർ അവരുടെ അടുത്ത് നിന്ന് ഓടിപ്പോവും, അല്ലെങ്കിൽ അവരെ ഓടിച്ചു വിടും, അങ്ങനത്തെ ആളുകൾ. ഇനി ഡിസോർഗനൈസ്ഡ്, ഇത് സത്യത്തിൽ ഒരു അവോയ്ഡൻറ്റ് ട്രേറ്റ് ആണ്, ഫിയർഫുൾ അവോയ്ഡൻറ്റ് ട്രേറ്റ് ആണ്. എന്ന് വെച്ചാൽ
കുട്ടിക്ക് ക്ലോസ്നെസ് വേണം. അതായത് ഈ കുട്ടിയാണെങ്കിൽ വലിയ ആളാവുന്നത്. അപ്പോൾ ഈ മുതിർന്ന ആൾക്ക് ക്ലോസ്നെസ് വേണം. ദേ ക്രേവ് ഫോർ ക്ലോസ്നെസ്. അറ്റ് ദ സെയിം ടൈം വെൻ യു ആർ ക്ലോസ് വിത്ത് സംബഡി ദേ സ്കെയർഡ് ലൈക്ക് നോ ഐ കാൺട്ട് റിലൈ ഓൺ എനി വൺ. ഇവരെ വിശ്വസിച്ചാൽ ഇവർ എന്നെ ചതിച്ചാലോ, അല്ലെങ്കിൽ ഇവർ വാട്ട് ഇഫ് ദേ ഹേർട്ട് മീ. സോ ദാറ്റ് നല്ലത് ഞാൻ കുറച്ച് വിട്ടു നിൽക്കുകയാണ്. പക്ഷെ വിട്ടു നിൽക്കുമ്പോൾ ബട്ട് ഐ ക്രേവ് ഫോർ കണക്ഷൻ. എനിക്ക് ആൾക്കാരുടെ അടുത്ത് വളരെ അടുത്ത് നിൽക്കണമെന്നുണ്ട്. സോ ദേ കം ഫോർവേഡ്. ആൻഡ് വെൻ പീപ്പിൾ ആർ ക്ലോസ് ദേ സ്റ്റെപ്പ് ബാക്ക്. ഇങ്ങനത്തെ ആളുകൾ മഹാഭൂരിപക്ഷ സമയത്തും ആങ്ഷ്യസ് ആയ പാർട്ട്നേഴ്സിനെയാണ് കണ്ടുപിടിക്കുക. ബിക്കോസ് ദാറ്റ് ഡൈനാമിക്സ് ഈസ് വെരി ഫെമിലിയർ ഫോർ ദം. ബിക്കോസ് ആങ്ഷ്യസ് ആയ ആളുകൾക്ക് മറ്റുള്ള ആൾക്കാർ ഇട്ടിട്ട് പോകരുത് എന്നുള്ളതാണ് അവരുടെ ഫണ്ടമെൻ്റൽ നീഡ്. ദേ വിൽ ഡു വാട്ട് എവർ ഇറ്റ് ടേക്സ് ടു കീപ് പീപ്പിൾ ഇൻ ദെയർ ലൈഫ്. അതാണ് ആങ്ഷ്യസ് ആയ ആളുകൾ ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ഡിസോർഗനൈസ്ഡ് ആയ ആളുകൾ, അവോയ്ഡൻ്റ് ആയ ആളുകളൊക്കെ ദേ അട്രാക്ട് ആങ്ഷ്യസ് പാർട്ട്നേഴ്സ്. ബിക്കോസ് ആ ഇമോഷണൽ ഇൻറ്റൻസിറ്റി അവർക്ക് അവരുടെ കയ്യിലില്ലാത്ത സാധനമാണ്. വേറൊരാളത് കാണിക്കുമ്പോൾ ദേ വോണ്ട് ഇറ്റ് ബട്ട് ദേ കാൺട്ട് ഹോൾഡ് ഇറ്റ്. ബിക്കോസ് അത് പ്രോസസ്സ് ചെയ്യാനുള്ള ഇമോഷണൽ കപ്പാസിറ്റി ഈ മനുഷ്യനില്ല. അപ്പോൾ എന്ത് ചെയ്യും? ദേ വിൽ സ്റ്റെപ്പ് ബാക്ക്. സോ ദ ആങ്ഷ്യസ് പാർട്ട്ണർ ട്രൈസ് മോർ സോ ദാറ്റ് ദിസ് പേഴ്സൺ ട്രൈസ് സ്റ്റെപ്പ് ബാക്ക് ഫർദർ. പക്ഷേ അത് കഴിയുമ്പോൾ ഈ അവോയ്ഡൻ്റ് ആയ ആൾക്ക് ക്ലോസ്നെസ് വേണം. അപ്പോൾ ഇവർ കുറച്ചും കൂടി അടുത്ത് നിൽക്കും. അപ്പോൾ ഈ ആങ്ഷ്യസ് ആയ ആൾക്ക് കുറച്ചും കൂടി സമാധാനം വരും. അതാണ് ട്രോമ ബോണ്ട്. അങ്ങനെയാണ് നമ്മളൊരു ട്രോമ ബോണ്ടിലാണെന്ന് തിരിച്ചറിയുക. ഇതിന് ആളുകൾ പലപ്പോഴും സ്നേഹമായിട്ടാണ് തെറ്റിദ്ധരിക്കുക. ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കൺസിസ്റ്റൻസിയും ഇമോഷണൽ സേഫ്റ്റിയുമാണ്. കൺസിസ്റ്റൻ്റ് ആയ ഇമോഷണൽ പ്രസൻസ് കൊണ്ട് വേറൊരാൾക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈ ഒരു ഇൻകൺസിസ്റ്റൻസിയുടെ ഹൈ ആൻഡ് ലോ, ഇട്ടിട്ട് പോകുമ്പോഴുള്ള സങ്കടവും തിരിച്ചു വരുമ്പോഴുള്ള സന്തോഷം, അതാണ് ആങ്ഷ്യസ് ആയ പാർട്ട്ണറെയും അവോയ്ഡൻ്റ് ആയ പാർട്ട്ണറെയും ഒരുമിച്ച് നിർത്തുന്ന വലിയൊരു ഘടകം. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ദേ ഫൈറ്റ് സോ മച്ച് ബട്ട് ദേ ലവ് സോ മച്ച്. അപ്പോൾ നമ്മൾ എന്ത് പറയും? സ്നേഹിക്കുന്ന ആൾക്കാർ ഫൈറ്റൊക്കെ ചെയ്യൂലേ? സ്നേഹിക്കുന്ന ആൾക്കാർ ഫൈറ്റ് ചെയ്യും, ബട്ട് ഇൻ എ ഹെൽത്തി വേ, നോട്ട് ദിസ്. ഇങ്ങനെയല്ല. അതായത് ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച്, വീടൊക്കെ തല്ലിപ്പൊളിച്ച് പ്രശ്നം ഉണ്ടാക്കി, ഭാര്യയായിട്ട് പ്രശ്നം ഉണ്ടാക്കി പോയി. ഭാര്യ കരഞ്ഞ് വീട്ടിൽ പോയി. ഇയാൾ ഭാര്യയുടെ വീട്ടിൽ ചെന്നിട്ട് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ ഭാര്യ വീട്ടുകാരുടെ എതിർപ്പിനെയൊക്കെ മറികടന്ന് ഇല്ല ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ വന്നു. പിന്നെ തിരിച്ചു വന്ന് 2 ദിവസം കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ നീഡ് ഉണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണം, ഒരു കാര്യം കണ്ടറിഞ്ഞ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ എപ്പോഴും നിനക്ക് പ്രശ്നങ്ങളാണ്, നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കാരണം അവരുടെ ഇമോഷണൽ നീഡ് മീറ്റ് ചെയ്യാൻ ഈ മനുഷ്യന് പറ്റില്ല. ദേ ആർ നോട്ട് ട്രെയിൻഡ്. പറ്റില്ല ഇൻ ദ സെൻസ് ലൈക്ക് അൺലെസ് അൺടിൽ ദേ കോൺഷ്യസ്ലി അണ്ടർസ്റ്റാൻഡ് ബോത്ത് പാർട്ടീസ്, രണ്ട് പേരും കോൺഷ്യസ്ലി അതിൽ എഫേർട്ട് എടുത്ത് ഇതാണ് എനിക്ക് വേണ്ടത്, ഞാൻ ഇതാണ് സീക്ക് ചെയ്യുന്നത് എന്ന ആങ്ഷ്യസ് പാർട്ട്ണറും ഇതാണ് എൻ്റെ ഇൻകേപ്പബിലിറ്റി, ഇത് ഞാൻ പരിഹരിക്കണം എന്ന് അവോയ്ഡൻ്റ് പാർട്ട്ണറും തീരുമാനിച്ചാലേ ആ ബന്ധം നല്ല നിലയ്ക്ക് പോകും. സ്ത്രീകളും പുരുഷന്മാരും പാർട്ട്നേഴ്സിനെ തേടുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് റീസൺസിന് വേണ്ടിയിട്ടാണ്. ബയോളജിക്കലി മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു മൃഗമാണ് എന്ന് നമ്മൾ അംഗീകരിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുരുഷന്മാർക്ക്, അതായത് പുരുഷന്മാരെന്ന് പറയുന്ന മെയിൽ എന്ന് പറയുന്ന ജീവിവർഗത്തിൻ്റെ പൊതുവിലുള്ളൊരു നേച്ചർ എന്നത് നമ്മുടെ ജീൻ പരമാവധി സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. അതേസമയം ഫെമിനീൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയ എക്സേ ഒരു സ്ത്രീ ഒരു ജീവിതകാലത്ത് ഉണ്ടാക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാവുന്നുള്ളൂ. അത് ഒരു 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 സൂക്ഷിച്ച് ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെൻ്റാണ്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി അവരുടെ ഇൻസ്റ്റിങ്ക്റ്റ് അവർ ഡ്രൈവ് ചെയ്യുന്നത് സേഫാക്കി വെക്കാൻ പറ്റുന്ന ഒരാൾ, അതായത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, സേഫാക്കി നിർത്താൻ പറ്റുന്ന ഒരാൾ, റിലയബിൾ ആയിട്ടുള്ള ഒരാൾ, വേറൊരു പ്രശ്നം വന്നാൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരാൾ. കാരണം നമ്മളെ മാത്രമല്ല നമ്മുടെ ഓഫ് സ്പ്രിങ്സിനെയും ഡിഫെൻഡ് ചെയ്യണം. കാരണം ഒരു കുട്ടിയെ ബാക്കിയുള്ള ജന്തുക്കളെ പോലെ അല്ലല്ലോ മനുഷ്യൻ. 10-20 വയസ്സെടുക്കൂലേ ഈ ജീവി ഒന്ന് എണീച്ച് നിന്ന് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിച്ചോളാൻ. അത്രയും കാലത്തെ എഫേർട്ടാണ് ഇത്. കാരണം മനുഷ്യൻ മോണോഗമസ് ആയിട്ടുള്ള ഒരു ജീവി അല്ല സത്യത്തിൽ. ഇപ്പോൾ ചില പക്ഷിവർഗ്ഗങ്ങൾ ഒക്കെ ഇണ മരിച്ചു പോയാൽ വേറെ ഇണ തേടൂല, അതങ്ങനെ മരിച്ചു പോകും എന്നുള്ള ജീവിവർഗ്ഗങ്ങളുണ്ട്. മനുഷ്യൻ അങ്ങനെയല്ല. ഇത് സൊസൈറ്റികളായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ്, അതായത് ഒരു സാമൂഹിക ചിട്ടയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു രീതിയാണിത്. അപ്പോൾ അതിൽ ഇത്തരം ട്രെയ്റ്റ്, ബയോളജിക്കൽ ട്രെയ്റ്റും പേഴ്സണാലിറ്റിയും അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും എല്ലാം കൂടി വരുമ്പോൾ ഇറ്റ് ഈസ് വെരി ഈസി ടു ട്രിക്ക്.
ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ട്രിക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഫണ്ടമെൻ്റലി ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ കുറച്ച് ആളുകൾ, അത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ, ദേ ആർ മാനിപ്പുലേറ്റീവ്. ദേ വോണ്ട് സംതിങ് എൽസ് ഫ്രം യു. അത് പല പേഴ്സണാലിറ്റി ട്രേറ്റിൻ്റെയും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രൊഫൈലിൻ്റെയും ഭാഗമായിട്ട് നാർസിസിസ്റ്റിക് ആയ ആളുകളുണ്ട്, അബ്യൂസീവായ ആളുകളുണ്ട്, പ്രെഡേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, സൈക്കോപാത്തുകളുണ്ട്, സോഷ്യോപാത്തുകളുണ്ട് നമ്മളുടെ ഇടയ്ക്ക്. ഇവരെയൊക്കെ തിരിച്ചറിയാൻ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾ, അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അവനവന് ഹാനികരമാവുന്നൊരു സാഹചര്യത്തിൽ പോയി പെടരുത്. അത് പെടുക എന്ന് വെച്ചാൽ എന്താണ് സേഫ്റ്റി എന്നും എന്താണ് അൺസേഫ് എന്നും, വാട്ട് ഈസ് സേഫ് ആൻഡ് വാട്ട് ഈസ് നോട്ട് എന്ന് തിരിച്ചറിയാൻ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് സംഹൗ ദ ചൈൽഡ് നോസ് ദിസ് ഡസൻ മേക്ക് എനി സെൻസ്, ഇതിങ്ങനെയല്ല. ബിക്കോസ് മോസ്റ്റ്ലി കുട്ടിക്ക് സെക്യൂർ ആയ ഒരു അറ്റാച്ച്മെൻറ്റ് ബേസ് ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ, നമ്മൾ ഈ ഗട്ട് ഫീലിംഗ് എന്ന് പറയില്ലേ, ആക്ച്വലി ദാറ്റ് ഈസ് എ ഗട്ട് ഫീലിംഗ്. കാരണം അത് നമ്മളുടെ HPA ആക്സിസ് എന്ന് പറഞ്ഞ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിയന്ത്രിക്കുന്ന കുറേ സാധനങ്ങളുടെ ഒരു കളക്ഷനാണത്. അതായത് വെർബലൈസ് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ്, കോൺഷ്യസ്ലി കോഗ്നിറ്റീവ്ലി ഒരു സാധനത്തിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് സബ് കോൺഷ്യസ്ലി നമുക്ക് കിട്ടുന്ന ഒരു ക്യൂ ആണ് ദർ ഇസ് സംതിങ് റോങ് എന്നുള്ളത്. ആ സാധനത്തിനെ ട്യൂൺ ചെയ്യുക കറക്റ്റായിട്ട്. അൺസേഫായ ഒരാളെ, ഒരു സാഹചര്യത്തിനെ കണ്ടുപിടിക്കാനും അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനും അവനവനെ സേഫാക്കി വെക്കാനും കുട്ടിയെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പാരൻറ്റിങ്ങിൻ്റെ റൂട്ട്. അങ്ങനത്തെ ആളാവുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. ലൈക്ക് ആസ് എ പേഴ്സൺ നമ്മുടെ ഉത്തരവാദിത്വം അതാണ്. അപ്പോൾ സെക്യൂർ ആയ പാരൻറ്റിങ് എന്ന് പറയുന്നത് മനുഷ്യരുടെ അറ്റാച്ച്മെൻറ്റിൻ്റെ ബേസാണ്. അല്ലെങ്കിൽ ആളുകൾക്ക് ഒന്നുകിൽ അവർ പോയി എന്തിലെങ്കിലും ഒരു അപകടത്തിൽപ്പെടും, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരോട് ഇമോഷണലി ക്ലോസ് ആവാൻ പറ്റില്ല. ഇമോഷണലി ക്ലോസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഫർദർ അവരുടെ ജീവിതത്തിൽ അവർ കണ്ടുപിടിക്കുന്ന പാർട്ട്നേഴ്സും അവരും തമ്മിൽ പ്രശ്നമാവും. അവരുടെ കുട്ടികൾ ഇത് കണ്ടാണ് വളരുന്നത്. സോ ദ ചെയിൻ റിപ്പീറ്റ്സ്. ദാറ്റ് വാട്ട് ഹാപ്പൻസ് വെൻ that is how parenting affects attachment style in adult life. Thanks.